സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികാഘോഷത്തിനും എന്റെ കേരളം പ്രദർശന വിപണന മേളയ്ക്കും വയനാട് കൽപ്പറ്റയിൽ തുടക്കമായി. മാർപ്പാപ്പയുടെ നിര്യാണത്തെ തുടർന്ന് ഇന്നും നാളെയും ഉള്ള കലാസാംസ്കാരിക പരിപാടികൾ മാറ്റിവെച്ചു. വാർഷികാഘോഷത്തിന്റെ ഭാഗമായി നടത്തിയ ജില്ലാതല സംഗമം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സർക്കാരിന്റെ നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞ മുഖ്യമന്ത്രി കേരളത്തിന് സഹായം അനുവദിക്കാത്ത കേന്ദ്ര നടപടിയെ രൂക്ഷമായി വിമർശിച്ചു. മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിന് ശേഷം പ്രധാനമന്ത്രി ഇവിടെ നടത്തിയ സന്ദർശനമായിരിക്കും. അദ്ദേഹം വന്നു, വരേണ്ടത് തന്നെ വന്നു, സ്ഥലങ്ങൾ സന്ദർശിച്ചു. ആ ഘട്ടത്തിൽ നല്ല വാചകങ്ങളൊക്കെ പറഞ്ഞു. നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചു ഒരു പുതിയ അനുഭവം ഉണ്ടാകാൻ പോകുന്നു. ഒരു PDNA-യുടെയും കണക്കിന് കാത്തു നിൽക്കാതെ ദുരന്തമുണ്ടായപ്പോൾ ഉടനെ തന്നെ പണം കൊടുക്കുന്നത് നമ്മൾ കണ്ടു. ഒരുപാട് സംസ്ഥാനങ്ങളിൽ, ത്രിപുരയിൽ കൊടുത്തു. ദുരന്തം വന്നേക്കാനിടയുണ്ട് എന്ന് കണ്ടുകൊണ്ട് പണം കൊടുക്കുന്നത് നമ്മൾ കണ്ടു. ബീഹാറിൽ ആ പട്ടികയിലൊക്കെ ഇടം പിടിക്കാൻ ഈ കേരളത്തിന് എന്തുകൊണ്ട് അർഹതയില്ല എന്ന നിലപാട് കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിച്ചു. കൽപ്പറ്റ SKMJ സ്കൂൾ ഗ്രൗണ്ടിലാണ് സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായുള്ള എന്റെ കേരളം പ്രദർശന വിപണന മേള നടക്കുന്നത്. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ നിര്യാണത്തെ തുടർന്ന് സംസ്ഥാനത്ത് 2 ദിവസത്തെ ഔദ്യോഗിക ദുഃഖാചരണം പ്രഖ്യാപിച്ചിരുന്നു. ഈ സാഹചര്യത്തിൽ വാർഷികാഘോഷത്തിന്റെ ജില്ലാതല ഉദ്ഘാടനവും കലാസാംസ്കാരിക പരിപാടികളും മാറ്റിവെച്ചിരുന്നു. അതേസമയം കൽപ്പറ്റ ചന്ദ്രഗിരി ഓഡിറ്റോറിയത്തിൽ നടന്ന ജില്ലാതല സംഗമത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുത്തു. മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതർക്ക് ടൗൺഷിപ്പ് ഉടൻ പൂർത്തിയാക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. സുപ്രീം കോടതിയുടെ അനുകൂല തീരുമാനം വന്നതോടെ എല്ലാ ആശങ്കകളും ഒഴിഞ്ഞെന്നും അദ്ദേഹം വ്യക്തമാക്കി. സർക്കാർ ആഗ്രഹിച്ച രീതിയിൽ നമ്മുടെ നാടാകെ ഒന്നിച്ചു നിന്ന് നടപ്പാക്കാൻ നോക്കുന്ന ആ ടൗൺഷിപ്പ് അത് നിശ്ചിത സമയത്തിനുള്ളിൽ പൂർത്തിയാക്കാനുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ ദ്രുതഗതിയിൽ നടക്കുന്നത്. ചില ആശങ്കകൾ അതുമായി ബന്ധപ്പെട്ട് ഇടയ്ക്ക് ഉയർന്നു വന്നിരുന്നു. ഇന്നലത്തോടുകൂടി എല്ലാ ആശങ്കകൾക്കും പരിഹാരമായി. നേരത്തെ തന്നെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി വ്യക്തമായ നിലപാടെടുത്തതാണ്. എങ്കിലും പരമോന്നത കോടതിയടക്കം സമീപിക്കുമ്പോൾ ചിലരിലെങ്കിലും ആശങ്ക ഉണ്ടായിട്ടുണ്ടാകും. പരമോന്നത കോടതിയും അത് അംഗീകരിച്ചു. ഒരു തടസ്സവും ഇനിയില്ല. കേന്ദ്ര സഹായത്തിനെതിരെ ഒറ്റക്കെട്ടായി നിൽക്കാൻ തയ്യാറാവാതിരുന്ന പ്രതിപക്ഷ നടപടിയെയും മുഖ്യമന്ത്രി രൂക്ഷമായി വിമർശിച്ചു. സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികാഘോഷത്തോടനുബന്ധിച്ച് നടത്തിയ ജില്ലാതല സംഗമത്തിൽ കലാ, സാംസ്കാരിക, കായിക, മതരംഗങ്ങളിലെ പ്രമുഖർ പങ്കെടുത്തു. ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീം താരം സജ്ന സജീവൻ, ചലച്ചിത്ര താരം അബു സലീം തുടങ്ങിയ പ്രമുഖർ സംസാരിച്ചു. ഈ മാസം 28 വരെയാണ് എന്റെ കേരളം പ്രദർശന വിപണനമേള വയനാട്ടിൽ നടക്കുന്നത്. കേരള വിഷൻ ന്യൂസ്, വയനാട്.